السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇന്ന് ഇസ്രാ മിഅ്റാജിന്റെ അനുസ്മരണ ദിനം. ലോക മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ പ്രധാനപ്പെട്ട രണ്ട് അമാനുഷിക സംഭവങ്ങളെ അനുസ്മരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയ ആദരവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധിയോടുകൂടെ മക്കയിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ വല്ലാതെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും വലിയ ആശ്വാസമായി നബിതങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന മക്കയിലെ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളാണ് പിതൃവ്യനായ അബൂ താലിബും പ്രാണസഖിയായ ഖദീജ ബീവിയും. ഈ രണ്ടുപേരുടെയും മരണം ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നപ്പോൾ പരിഹരിക്കാനാവാത്ത രണ്ട് നെടുന്തൂണുകളുടെ നഷ്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിക്കുകയും അതേസമയം ഇത്രയും കാലം നബിതങ്ങൾക്കെതിരെയുള്ള ഉപദ്രവം പാവപ്പെട്ട സഹാബികളെ വേദനിപ്പിച്ചുകൊണ്ട് നബിതങ്ങളുടെ മനസ്സിന് ആഘാതമേൽപ്പിക്കുന്ന ശൈലി സ്വീകരിച്ചിരുന്ന ശത്രുക്കൾ ഡയറക്റ്റായി തന്നെ നബിതങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന ഒരു ഘട്ടം. തായിഫിലേക്ക് ചെന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് സഹായം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കാതെ അവിടെ നിന്നും വിഷമത്തോടെ തിരിച്ചു വന്നപ്പോൾ അബൂ താലിബില്ലെങ്കിലും ഖദീജ ബീബി നഷ്ടപ്പെട്ടാലും നബിതങ്ങൾ വേദനിക്കേണ്ടതില്ല. തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി തങ്ങളെ ആദരിക്കാനും അള്ളാഹു തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലക്കായിരുന്നു വാസ്തവത്തിൽ ഇസ്രാഉം മിഅ്റാജും എന്ന രണ്ട് അമാനുഷിക സംഭവങ്ങൾ അള്ളാഹു തആല നൽകിയത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ വരെയുള്ള ഭൂമിയിലെ സഞ്ചാരമാണ് ഇസ്രാ. അത് രാത്രിയുമായി ബന്ധപ്പെടുത്തി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ആകാശങ്ങളിലൂടെയുള്ള യാത്രക്ക് രാത്രി ബാധകമല്ലാത്തതിനാൽ മിഅ്റാജിനെ കുറിച്ചുള്ള ചർച്ച ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടല്ലാതെ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല ഈ രണ്ടു യാത്രയും നടത്തിയതിനെ കുറിച്ച് രണ്ടു ഭാഗത്തായി ഖുർആൻ പറയുന്നത് ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനായിരുന്നു ഇസ്രാ എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ സൂക്തത്തിലും, അതേപോലെ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിഅ്റാജിന്റെ സമയത്ത് കണ്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നജ്മിലും വിശദീകരിച്ച ആ രണ്ടു യാത്രയും സംഭവബഹുലമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ ബുറാഖ് എന്ന അത്ഭുതകരമായ വാഹനം, ആ വാഹനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങൾ നബിതങ്ങൾ കാണുകയുണ്ടായി. കൃഷി ചെയ്യുകയും ഉടനെ തന്നെ വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന സൌഭാഗ്യമുള്ള കർഷകരെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മ പോരാളികൾക്കുള്ള പ്രതിഫലമാണിതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തതും, തല വെട്ടിപ്പൊളിക്കപ്പെടുന്ന ഹതഭാഗ്യരായ ചിലരെ കണ്ടപ്പോൾ ഫർള് നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന മടിയന്മാരായിട്ടുള്ളവർക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും, അതേപോലെ മൃഗങ്ങൾ മേയുന്നത് പോലെ അലഞ്ഞു നടക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാരാണ് അവരെന്ന് ഉണർത്തിയതും, വൃത്തികെട്ട മലീമസമായിട്ടുള്ള മാംസം തിന്നുകയും നല്ല ഫ്രഷായിട്ടുള്ള ഇറച്ചി തൊട്ടുഭാഗത്ത് വെക്കുകയും ചെയ്തിട്ടുള്ള ചിലരെ കണ്ടപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചന കാണിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണിതെന്ന് ഉണർത്തിയതും, ഒരുപാട് വിറക് ശേഖരിച്ചു വെച്ചിട്ടുള്ള മനുഷ്യൻ പിന്നെയും വിറകിന്റെ കഷ്ണങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. അവരെ കണ്ടപ്പോൾ ഇപ്പോഴുള്ളത് തന്നെ അവന് ചുമടെടുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായിട്ടും അയാൾ പിന്നെയും ശേഖരിക്കുന്നത് കണ്ടപ്പോൾ ആ സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ കൃത്യമായി അതിന്റെ കടമ നിർവഹിക്കാൻ സാധിക്കാത്തവൻ വീണ്ടും ഏറ്റെടുക്കുന്നതിന്റെ അപകടം സൂചിപ്പിച്ചതാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകിയതും, ചുണ്ടും അതേപോലെ നാവുമൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റപ്പെടുകയും ഉടനെ തന്നെ അത് വീണ്ടും ശരിയായി പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന
വേദന കൊണ്ട് പൊളയുന്ന ഹതഭാഗ്യരെ കണ്ടപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ അവസ്ഥയാണിതെന്ന് ഉണർത്തിക്കൊടുത്തതും, ഒരു വലിയ ചെറിയ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു കാള വീണ്ടും ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് തന്നെ പോകാൻ നോക്കുന്നതും അദ്ദേഹം അത് പരാജയപ്പെടുന്നതും കണ്ടപ്പോൾ ഇത് ഒരാൾ പറയുന്ന വാക്കുകൾ ഗൌരവതരമായ വാചകങ്ങൾ പറയുകയും പിന്നീട് ഖേദം തോന്നി തിരിച്ചെടുക്കാൻ സാധിക്കാതെ അയാൾക്കുണ്ടാവുന്ന മനപ്രയാസത്തിന്റെ പ്രതീകമാണെന്ന് ഉണർത്തിയതും, വീടുകൾ കണക്കെയുള്ള വലിയ വയറുകളുള്ള ചില ആളുകളെ കണ്ടപ്പോൾ പലിശ ഭക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും ഒക്കെയാണ് ഇസ്രാഇന്റെ യാത്രയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ. അങ്ങനെ അത്ഭുതങ്ങൾ പലതും കണ്ടു. യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം എന്നിവർ വഴിയോരത്ത് നബിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിലും അതേപോലെ തൂനിസിനയിലും അതുപോലെ തന്നെ ബൈത്തുൽ അഹമിലുമൊക്കെ നബിതങ്ങളെ കൊണ്ട് ഇറക്കി നിസ്കരിപ്പിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുമ്പോൾ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നബിമാരെല്ലാം അവിടെ റെഡിയായിട്ട് മസ്ജിദുൽ അഖ്സയിലുണ്ട്. ഇന്തത്തിഫാഖി നബിയിനാ ബിൽ അംബിയ വകിറാമി റസൂലില്ലാഹി ലമ്മാ ഉസ്രിയ ഹന്നഹു തബ്ശീറൻ ബിജാഹിൻ ഊതിയ കുല്ലു യുറഹിബു ലാഹികം വബസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് സല്ലല്ലാഹു ബൈത്തിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ എല്ലാ നബിമാരും അവിടെ റെഡിയാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീഡർഷിപ്പ് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഇമാമായി നബിതങ്ങൾ നിസ്കരിക്കുകയും അവിടെ കൊണ്ടുവരപ്പെട്ട 2 പാത്രത്തിൽ നിന്ന് ഒരു പാത്രം നബിതങ്ങൾ സെലക്ട് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അത് പാലായിരുന്നുവെന്നും നബിതങ്ങൾ നല്ല പ്രകൃതം തെരഞ്ഞെടുത്തുവെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞതുമൊക്കെ കഴിഞ്ഞ് ആ യാത്രക്ക് സമാപനം കുറിച്ചുകൊണ്ട് മിഅ്റാജിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ആ മിഅ്റാജിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളും കടന്ന് വാനലോകത്ത് വാസസ്ഥലമായ മാലാകമാരുടെ നേതാവായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര അടക്കം ഉൾക്കൊള്ളുന്ന മിഅ്റാജിന്റെ യാത്ര. ആ യാത്രയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ് ജാ ഇലാ കുല്ലി സമാഇ തസഫഫ റസൂലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫ ഫീഹിം ബിമാമൻ ഖദ്ദമൂഹു മുശറഫ സല്ലാ ബികുല്ലിൻ ഖൽഫഹു മഅമൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓരോ ആകാശങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോൾ അവിടെയൊക്കെ നബിതങ്ങളെ സ്വാഗതം ചെയ്യാൻ അമ്പിയാക്കളുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ സജീവമായ സാന്നിധ്യത്തിൽ വലിയ ഒരുക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയും എല്ലാ ആകാശങ്ങളിലും റസൂലുള്ള വരുമ്പോൾ അമ്പിയാക്കളും അതേപോലെ തന്നെ മലക്കുകളും അവിടെ അണിയായി നിന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് സ്വാഗതം പറയുന്ന സാഹചര്യവും ഉണ്ടാക്കുകയുണ്ടായി. 1-ാം ആകാശത്ത് ആദം നബി അലൈഹി ഇസ്ലാം, 2-ാം ആകാശത്ത് യഹ്യാ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാമും, 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം, 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം, 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം, 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം, 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നിങ്ങനെ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംഭവം അല്ലാഹു തആല അவ்விധത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ ആ യാത്രയ്ക്കിടയിൽ 1-ാം ആകാശത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ ഫറആ അലാ അജബിൻ നബാഹു ഇദാ നളർ യുംനാഹു യദ്ഹഖു വശിമാല ഇദാ ബസർ യബ്കി വയഹ്യാ വൽ മസീഹ വമൻ ഹദർ വറഅൽ ഖലീല വയൂസുഫ വകലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാവവ്യത്യാസങ്ങൾ 1-ാം ആകാശത്ത് റസൂലുള്ളാഹി കണ്ടു. അതായത് ഇദാ നളറ യുംനാഹു യദ്ഹഖു വശിമാല ഇദാ ബസർ യബ്കി, വലത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കുകയും ഇടത്തോട്ട് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു. അത് തന്റെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാനുള്ള അവരുടെ ആത്മാക്കളെയാണ് വലഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഒരു പിതാവിന്റെ വാത്സല്യം കൊണ്ട് ചിരിക്കുകയും ഇടഭാഗത്ത് നരകത്തിൽ പോകാനുള്ള ഭാഗ്യം കെട്ട മക്കളെ കാണുമ്പോൾ ഒരു പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിഷമത്തോടെ ആദം നബി അലൈഹി ഇസ്ലാം കരയുകയും ചെയ്യുന്നു. അങ്ങനെ 7 ആകാശങ്ങളിലും നബിമാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഒട്ടനവധി അത്ഭുതങ്ങൾ ആ യാത്രയിലും കാണുന്നു. വറആ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദില്ലാഹൂതി കമ്മിൻ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങളും അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി രഹസ്യങ്ങളും അതുപോലെ
ആ പരമാധികാരവുമായി ബന്ധപ്പെട്ട പടച്ചതമ്പുരാന്റെ പ്രത്യേക കുദ്റത്തിന്റെ തെളിവുകളും എല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുബൻ വവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹറുന്നൂർ എന്ന പ്രകാശ സമുദ്രത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ദഅനി, തങ്ങൾ എന്നെ വിട്ടേക്കണം, തഖദ്ദം, എന്നിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രകൃതത്തിന് സ്വീകാര്യമല്ലാത്തിടത്തും യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ പ്രകൃതമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളതെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സാധാരണ മനുഷ്യന്റെ പ്രകൃതം തന്നെയായിരുന്നു എന്ന് പറയുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരുടെ വിവരക്കേട് മനസ്സിലാക്കാനും നമ്മൾ സഹതപിക്കാനും എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രകൾ അങ്ങനെ സിദ്റത്തുൽ മുൻതഹയും മറ്റുമെല്ലാം സഞ്ചരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെയും വിട്ട് പിന്നെ സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുമ്പോൾ ആ യാത്രയിൽ റബ്ബുമായി സംസാരിക്കാനും പടച്ചോനെ കാണാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സ്ഥലമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാൻ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തി, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും മാറ്റി നിർത്തിയിട്ടുള്ള തികച്ചും ഒരു സ്വകാര്യമായിട്ടുള്ള ആ സംഗമത്തിന്റെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി എന്ന അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ വസൽ ഹയ്യാഹു ലില്ലാഹി തഹിയ്യാത്തുൽ ഫുദൽ വമുബാറകാത്തുൻ വസ്സലാത്തു കമാ നുഖിൽ في السيرة الحلبي حكات تميما صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ആ അഭൗമമായിട്ടുള്ള സംവിധാനത്തിന് സംഗമത്തിനുള്ള അവസരം ഒരുക്കപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തഹിയ്യത്ത് പറയുന്നു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഇത്രയും വ്യക്തമായി നബിതങ്ങൾ തിരുമുൽ കാഴ്ചകൾ സന്തോഷങ്ങൾ അർപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, വലഹു മിനല്ലാഹിൽ കരീമിൽ മുജ്തബി ലിമുഹമ്മദിൻ മഹബൂബ ഇൽമിൻ മൗഹബി ബിഅനിസ്സലാമു അലൈക യാ ഹാദൻ നബി ഖദ് ജാ ജവാബു ഇലാഹി തഅളീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആല നബിതങ്ങൾക്ക് പ്രത്യഭിവാദ്യം എന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ അഭിവാദ്യമായിരുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, അങ്ങേക്ക് ശാശ്വതമായ സമാധാനവും അനുഗ്രഹവും എല്ലാം ഞാൻ നൽകുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഇത്രയും വലിയ ഉടമയായ റബ്ബിൽ നിന്നുള്ള ഇത്ര വലിയ സന്തോഷവും ഇത്ര വലിയൊരു അംഗീകാരവും നേടിയെടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും സന്തോഷം കൊണ്ട് തകർന്നു പോകേണ്ട ഘട്ടം. പക്ഷേ തനിക്ക് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിർണായകമായ ഘട്ടത്തിലും പാവപ്പെട്ട എന്നെയും നിങ്ങളെയും അടക്കം ലോകത്ത് വരാനിരിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളെ ആരെയും റസൂലുള്ള മറന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്, ഇസ്സാക യദ്ഉല്ലാഹ ത്വാഹ ഖായിലു മർവിയ തസ്ലീമിൻ അലൈനാ ശാമിലു بالصالحين كذاك ربي فاعل بدعائه للصالحين عميما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വലിയ സമാധാനം പടച്ചോൻ കൊടുക്കുമെന്ന് റബ്ബിന്റെ പ്രോമിസ് കിട്ടിയപ്പോൾ അതിൽ സംതൃപ്തി അടഞ്ഞ് തിരിച്ചു പോരാതെ, അസ്സലാമു അലൈനാ, പടച്ചോനെ നിന്റെ ആ സഹായം സമാധാനം എനിക്ക് വേണം, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഇതുപോലൊരു മിഅ്റാജിന് അവസരമില്ലാത്ത കോടിക്കണക്കാനായ എന്റെ ഉമ്മത്തിനും ഈ ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കണം, ഈ യാത്രയുടെ ബെനിഫിറ്റ് അവർക്ക് കൂടി ഉണ്ടാവണം. അതുകൊണ്ട് വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും നിന്റെ ഈ പ്രോമിസ് എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മിഅ്റാജിന്റെ യാത്ര എന്ന് പറയുന്നത്
റസൂലുള്ളാന്റെ കോടിക്കണക്കിന് ഉമ്മത്തിനും അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അഥവാ യജമാനനായ റബ്ബിന്റെ ശാശ്വത സമാധാനത്തിന്റെ സന്ദേശത്തിന്റെ പരിധിയിൽ അവരെ കൂടി റസൂലുള്ളാഹി ഉൾപ്പെടുത്താനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അല്ലാഹു തആല അത് അനുവദിച്ചു കൊടുക്കുക വഴി ഓരോ കൊല്ലത്തെയും ഇസ്രാ മിഅ്റാജിന്റെ അനുസ്മരണ ദിനം നമുക്കും ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റേതുമാക്കി മാറ്റാനും അതിന്റെ ഗുണം നമുക്ക് കൂടി നേടിയെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള ആ വിശാലമായ സ്നേഹത്തിന്റെ ആർദ്രമായ മനസ്സിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നും ആ നബി തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിലും വർദ്ധിപ്പിച്ചും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംസാരിച്ച് പടച്ചവനെ കൺകുളിർക്ക കണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 50 നേരത്തെ നിസ്കാരം സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ നിസ്കാരവുമായി തിരിച്ചു വരുമ്പോൾ ആറാനാകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 തവണ തിരിച്ചു പോവുകയും 5 വീതം കുറച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. മാ ബൈന റബ്ബിൻ വൽ കലീമി തറദ്ദദ تخفيف مفروض عليه تشددا 50 نهب الخمس حتى حددا إذ جاء يكلم ربه تكليما صلوا عليه وسلموا تسليما. ആറാനാകാശത്ത് കാത്തു നിൽക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിർബന്ധപ്രകാരം അങ്ങയുടെ സമുദായത്തിന് 50 നേരത്തെ നിസ്കാരം താങ്ങാനാവില്ലെന്നും അതുകൊണ്ട് തിരിച്ചുപോയി ചുരുക്കിത്തരാൻ ആവശ്യപ്പെടണമെന്നും നിർബന്ധിച്ചാവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പോവുകയും 9 തവണ അങ്ങനെ പോയി 5 വീതം കുറച്ചുകൊടുത്ത് 5 എത്തിക്കുകയും ചെയ്തതിനു ശേഷം അല്ലാഹു പറഞ്ഞു ദാക ഖംസുൻ ബിഖംസീൻ, ഇത് 5 വക്താണ്, പക്ഷെ ആ നേരത്തെ പറഞ്ഞ 50ന്റെ പ്രതിഫലവും ഞാൻ ഇതിന് നൽകും. ആ 5മായി തിരിച്ചു വരുമ്പോഴും മൂസാ നബി അലൈഹി ഇസ്ലാം ഇതും കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും ഇനി തിരിച്ചു പോവില്ലെന്ന് റസൂലുള്ളാഹി പറയുകയും ഭൂമിയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് റസൂലുള്ളാഹി തിരിച്ചെത്തുകയും ചെയ്തു. പിറ്റേ ദിവസത്തെ ളുഹർ മുതൽ ഈ 5 നേരത്തെ നിസ്കാരം സജീവമായി സമൂഹത്തിൽ നടപ്പാകുന്ന ഒരു സാഹചര്യം അല്ലാഹു തആല ഉണ്ടാക്കിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഅ്റാജിന്റെ സംഭവം എന്ന നിലക്ക് തന്നെ ഓരോ ദിവസവും 5 നേരം പടച്ചവനുമായി സംവദിക്കാനുള്ള അവസരം അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തന്നതും ഈ നിസ്കാരത്തിന്റെ വാർഷികം എന്ന നിലക്ക് കൂടി പരിഗണിക്കപ്പെടേണ്ട ഈ മിഅ്റാജിന്റെ യാത്രയിലാണെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തിന്റെ ഗൗരവം ശ്രദ്ധയോടുകൂടെ കാണാനും സമയബന്ധിതമായി അത് നിർവഹിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ കല്യാണമുണ്ടാകുമ്പോൾ 2 ആഴ്ചത്തേക്ക് നിസ്കാരത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സമയത്തെ വിട്ട് നിസ്കാരം തെറ്റിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരമെന്ന ആ കണിശമായ താക്കീതിന്റെ സ്വരം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം ഈ മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ രാത്രിയായി ഒരുപാട് രാത്രികളെ അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹിച്ച കൂട്ടത്തിൽ ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ രാത്രിയാണ് ഈ മിഅ്റാജിന്റെ രാത്രി എന്നാണെങ്കിൽ ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി അതിനെ ആദരിക്കുന്ന ശൈലി സ്വീകരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ റജബ് 27 പകലിൽ സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് പലരും ഇന്ന് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആണ് അത് സംബന്ധമായി നമുക്ക് നിർദ്ദേശങ്ങൾ തരേണ്ടത്. ഫതുഹുൽ മുഈനിന്റെ വ്യാഖ്യാനമായ ഇആനത്തു താലിബീനിൽ സയ്യിദ് ബക്കരി തങ്ങളും അതേപോലെ തന്നെ സുലൈമാൻ ഇബ്നു ഉമർ ജമൽ എന്നവർ തന്റെ ഹാഷിയത്തുൽ ജമൽ അലാ ശറഹി മൻഹജുൽ തുല്ലാബ് എന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ യഹ്യയിലും അടക്കം ഒട്ടനവധി മഹാന്മാർ ഈ റജബ് 27 നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പാഠം തന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തെളിവ് സ്വീകരിക്കാൻ പറ്റും വിധത്തിലുള്ള ഹദീസുകളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹീഹായ ഹദീസ് ഈ വിഷയത്തിൽ വന്നില്ല എന്ന ന്യായം ഒരിക്കലും തന്നെ റജബിന്റെ നോമ്പ് നിരാകരിക്കാനുള്ള തെളിവായി കണ്ടുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ശിദ്ദത്തുല്ലാത്ത അഥവാ ബലഹീനതയുടെ അങ്ങേത്തലയിലെത്താത്ത അതേപോലെ മൗദൂ അല്ലാത്ത ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട്
അമലിന് നമുക്ക് തെളിവാക്കാമെന്ന് മുസ്ലിം ലോകത്ത് വലിയ വലിയ ഗൌരവത്തിൽ തന്നെയുള്ള ചർച്ചയുണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ നോമ്പും അതേപോലെ തന്നെ എല്ലാ പുണ്യങ്ങളുടേതായിട്ടുള്ള സമയങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനകളിലും അതേപോലെ മുത്തുനബിന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചും റസൂലുള്ളാഹിന്റെ ഉന്നതമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കൃത്യമായ അവഗാഹം നേടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ പെടാനായെന്ന ഏറ്റവും വലിയ അഭിമാനം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നും ആ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം അത് ശരിയായ അർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ട നിലപാടുകളൊക്കെ എടുത്തും നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. ഈ പരിശുദ്ധമായ രാത്രിയിൽ പ്രാർത്ഥനയിൽ പരസ്പരം ഉൾക്കൊള്ളിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുള്ള സമയങ്ങളെ കൂടുതലായി ഉപയോഗപ്പെടുത്താനും അതിന്റെ നേട്ടം നേടിയെടുക്കാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ.